നമസ്തേ. കേരളത്തിലെ നിർമ്മാണ ഹോട്ടൽ മേഖലകളെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് അതിഥി തൊഴിലാളികളുടെ മടങ്ങിവരവ് വൈകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പശ്ചിമ ബംഗാളിലേക്കും ആസാമിലേക്കും പോയ 10,000-കണക്കിന് തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇതോടെ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഹോട്ടൽ മേഖലകളുമെല്ലാം താളം തെറ്റുന്ന അവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും മന്ദഗതിയിലായതോടെ കരാറുകാർ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുന്നതായി പറയുന്നു. ദിവസേന തൊഴിലാളികളെ ആശ്രയിച്ചാണ് ഹോട്ടൽ മേഖലയിലെ അടുക്കളകളും സർവീസ് വിഭാഗങ്ങളും പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ തൊഴിലാളികളുടെ അഭാവം കാരണം പല സ്ഥാപനങ്ങൾക്കും സമയബന്ധിതമായ സേവനം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലേക്ക് പോയ തൊഴിലാളികൾ വോട്ട് ചെയ്ത് ഉടൻ മടങ്ങി വരുമെന്നാണ് തൊഴിലുടമകളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭൂരിഭാഗം പേരും തിരികെ എത്തിയിട്ടില്ല. പലരും ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ലഭിക്കുന്നില്ലെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ചിലർ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്നാണ് അറിയിക്കുന്നത്. മറ്റു ചിലർ ബക്രീദ് കഴിഞ്ഞ് മടങ്ങിയെത്തുവെന്ന് മറുപടി നൽകിയെന്നും അവർ പറയുന്നു. തൊഴിലാളികളെ തിരികെ എത്തിക്കാൻ തൊഴിലുടമകൾ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് മുതൽ ആവശ്യമായാൽ വിമാന ടിക്കറ്റ് വരെ എടുത്തു നൽകാമെന്ന് പല നിർമ്മാണ കരാറുകാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും മടങ്ങി വരാനുള്ള വ്യക്തമായ ഉറപ്പ് തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കേരളത്തിൽ നിന്ന് ബസ് മാർഗം പോയ ചെറിയൊരു വിഭാഗം തൊഴിലാളികൾ മാത്രമാണ് ഇതുവരെ തിരികെ എത്തിയിട്ടുള്ളത്. എന്നാൽ വലിയൊരു വിഭാഗം ഇപ്പോഴും നാട്ടിൽ തുടരുകയാണ്. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തിയാൽ പൗരത്വ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന പ്രചാരണമാണ് പലരെയും നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. മമതാ ബാനർജിയെ വിജയിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രാദേശിക നേതാക്കൾ നേരിട്ട് വിളിച്ചെത്തിയതായും ചില തൊഴിലുടമകൾ ആരോപിക്കുന്നു. ഇതോടെ കേരളത്തിലെ തൊഴിൽ വിപണി വീണ്ടും അതിഥി തൊഴിലാളികളോടുള്ള അതിയായ ആശ്രയത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. നിർമ്മാണ മേഖലയിലും പ്രാദേശിക തൊഴിലാളികളുടെ കുറവും യുവാക്കൾ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നതും സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് വ്യവസായ മേഖലയിലെ വിലയിരുത്തൽ. ഹോട്ടൽ മേഖലയിലും പ്രതിസന്ധി കടുത്തതോടെ പല സ്ഥാപനങ്ങളും സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നേരിടുന്നു. ചില സ്ഥലങ്ങളിൽ അടുക്കള വിഭാഗം പൂർണ്ണമായും പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുന്നതോടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെട്ട പദ്ധതികൾ വൈകുന്നതായും പരാതിയുണ്ട്. അതേസമയം തൊഴിലാളികളുടെ മടങ്ങിവരവ് വൈകുന്നത് താൽക്കാലിക പ്രതിസന്ധിയാണെന്നും ഉടൻ തന്നെ സ്ഥിതി സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലുടമകൾ. എന്നാൽ അടുത്ത ദിവസങ്ങളിലും തൊഴിലാളികൾ തിരികെ എത്താത്ത പക്ഷം കേരളത്തിലെ നിർമ്മാണ ഹോട്ടൽ മേഖലകളിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമാവുകയാണ്.